ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത കാലത്ത് വളരെ പ്രക്ഷുബ്ധമായി ഇന്ത്യയിൽ ഒട്ടുക്കും ചർച്ച ചെയ്യപ്പെടുന്ന തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ്. തൊഴിലുറപ്പ് പദ്ധതി പല പേരിലാണ് പല സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് മരേഗ എന്നറിയപ്പെടുന്നു. നാട്ടുകാർ അവിടെ പറയുന്നത് മരേഗ എന്നാണ്. കേരളത്തിൽ അത് തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഈ മാറ്റങ്ങൾ ഇപ്പോൾ ആവശ്യമായിരുന്നു. ഈ മാറ്റങ്ങൾ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്, ഇവയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005, അത് പദ്ധതിയായിട്ട് വരുമ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം MGNRGS. ഈ പദ്ധതിയുടെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ ഈ പദ്ധതി കൊണ്ടുവന്ന വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ 2005-2006 കാലഘട്ടത്തിൽ നിന്ന് ഒരു തരത്തിലും ഇപ്പോഴത്തെ ഇന്ത്യയുടെ സാമ്പത്തിക പശ്ചാത്തലം മാറിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് വിശദീകരിക്കാം. 1991 അധികാരത്തിൽ വന്ന നരസിംഹറാവുവിൻ്റെ ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്നു, കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ ഉദാരവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി മറ്റു രാജ്യങ്ങൾ, ലോക കമ്പോളത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതി ഭയങ്കരമായി വളരെയധികം വർദ്ധിക്കുകയും ഇത് 2006-2007 കാലഘട്ടത്തിൽ ലോകത്തുണ്ടായ ഏഷ്യൻ എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്ന, ഏഷ്യയിലെ തന്നെ സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് നിന്നിരുന്ന തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക തകർച്ച ആഗോളതലത്തിൽ തന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിക്കുകയും, കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞപ്പോൾ ഈ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി അനിയന്ത്രിതമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുകയും ഉണ്ടായി. അങ്ങനെ 97-98 കാലഘട്ടം മുതൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി ഇടിഞ്ഞു. കുരുമുളക്, കാപ്പി, മറ്റ് സുഗന്ധ ദ്രവ്യങ്ങൾ, ഇതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലും ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിലുമെല്ലാം പരുത്തി കർഷകർ വളരെയധികം ബുദ്ധിമുട്ടി. പരുത്തിയുടെ വില ഭയങ്കരമായി ഇടിയാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ അതുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാവുകയും കർഷക ആത്മഹത്യ ആദ്യമായി ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്യപ്പെടാനും തുടങ്ങി. അങ്ങനെ കർഷക ആത്മഹത്യ വളരെ ഗൗരവമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വന്നപ്പോൾ, പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ വിദർഭ എന്ന് പറയുന്ന പരുത്തി കൃഷിക്ക് ഏറ്റവും പേരുകേട്ട സ്ഥലത്ത്, കർണാടകയിലും ആന്ധ്രാപ്രദേശിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 2002-2003 കാലഘട്ടത്തിൽ വളരെ ഗൗരവമായി കർഷക ആത്മഹത്യ ഉണ്ടായപ്പോൾ 2004 അധികാരത്തിൽ വന്ന യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിവിധി, ജനങ്ങളെ തൽക്കാലമെങ്കിലും ശമിപ്പിച്ചു നിർത്താൻ, ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനുള്ള ഏതെങ്കിലും ഒരു
പദ്ധതി ആവിഷ്കരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഒറ്റയ്ക്ക് 218 സീറ്റ് മാത്രമേ അന്ന് UPA സർക്കാരിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 60 സീറ്റോളം ഇടതുപക്ഷ കക്ഷികൾക്കുണ്ടായിരുന്നു. ഇടതുപക്ഷ കക്ഷികളുടെ പുറത്തു നിന്നുള്ള സപ്പോർട്ട് കൂടിയാണ് UPA സർക്കാർ 2004 മുതൽ അധികാരത്തിൽ തുടർന്നത്. അങ്ങനെ ഇടതുപക്ഷ സർക്കാർ പാർട്ടികളുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 2005 സെപ്റ്റംബറിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 2006 ഫെബ്രുവരി മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങി. ആദ്യഘട്ടത്തിൽ 200 ജില്ലകളിലാണ്, ഇന്ത്യയിലെ 200 ജില്ലകളിലാണ് നടപ്പിലാക്കിയത്. ഏറ്റവും കൂടുതൽ കാർഷിക പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ള ജില്ലകളിൽ അതിൽ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് വയനാടും പാലക്കാടുമായിരുന്നു. 2007 അത് 130 ജില്ലകളിലും കൂടെ വ്യാപിപ്പിച്ചു. 2008 ആയപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലുമായി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നടപ്പിലാക്കി തുടങ്ങി. 2009 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ പേര് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നുള്ള നിലയിൽ ഇത് വീണ്ടും പുനർനാമകരണം ചെയ്ത് നടപ്പിലാക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ ഗ്രാമത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയായി വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രശസ്തിയും അതുപോലെ തന്നെ ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. മഹാത്മാഗാന്ധി MGNREGA എന്ന് പറയുന്ന പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരം അതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇതൊക്കെയായിരുന്നു. ഒരു കുടുംബത്തിന് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമാണ് നടപ്പിലാക്കിയത്. ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരു കുടുംബത്തിന് ഒരു വർഷം 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ. ആ 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ അത് ഓരോ വർഷവും ഏപ്രിൽ 1 മുതൽ പ്രഖ്യാപിക്കുന്ന മിനിമം കൂലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടുന്ന കൂലി. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ തൊഴിൽ കൊടുക്കാത്ത ദിവസങ്ങൾ തൊഴിൽ കൊടുക്കാൻ ആളുകൾ ആവശ്യപ്പെടുകയും തൊഴിൽ കിട്ടാതെ വരികയും ചെയ്താൽ ആ തൊഴിൽ ആളുകളുടെ അവകാശമായി മാറുകയും തൊഴിൽ കിട്ടുന്നതിന് തുല്യം കൊടുത്തു എന്ന് കണക്കാക്കി തൊഴിലില്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു വ്യവസ്ഥ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത് പോലെ MGNREGA അതൊരു നാഷണൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൽ 3 ഘടകങ്ങളാണ് ഈ ചെലവിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അതായത് ഒരു 80% ചെലവും അൺസ്കിൽഡ്, അതായത് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ വേതനത്തിന് വേണ്ടി ചെലവഴിക്കും. ആ വേതനത്തിനുള്ള ചെലവ് 100% നാഷണൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കണം. അങ്ങനെയായിരുന്നു വഹിച്ചുകൊണ്ടിരുന്നത്. ഈ തൊഴിൽ റൂറൽ ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള സാധന സാമഗ്രികൾ വാങ്ങേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ചെലവിന്റെ 75% കേന്ദ്ര സർക്കാർ വഹിക്കുകയും 25% ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണം. ശേഷിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഭരണപരമായ ചെലവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ വീതിച്ചെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് വിളിക്കുന്ന MGNREGA ചെലവിന്റെ ഒരു 80-85% കേന്ദ്ര സർക്കാർ തന്നെയാണ് വഹിച്ചുകൊണ്ടിരുന്നത്. ഈ പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 2014 NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത്. NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അത്ര ഗുണകരമാവില്ല എന്നും ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതി നിർത്തലാക്കേണ്ടതുണ്ട് എന്നുമുള്ള ചർച്ചകൾ NDAക്കകത്ത് രൂപപ്പെട്ടു വരാൻ തുടങ്ങി. 2017-18 കൂടി നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള
പഠനങ്ങൾ ഇതുമായി നടത്തിയപ്പോൾ നിതി ആയോഗ് കണ്ടെത്തിയത് വളരെ കാര്യക്ഷമമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളുടെ ഉപജീവന മാർഗത്തിന് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്ന് മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന കൂലി നിരക്ക് കാലാനുസൃതമായി വർദ്ധിക്കുന്നതിനും ആളുകളെ അമിതമായി തൊഴിലാളികളെ അസംഘടിതരായ കാർഷിക മേഖലയിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും നാമമാത്ര കർഷകരെയും ചെറുകിട കർഷകരെയും എല്ലാം അമിതമായി ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു പ്രതിവിധിയായി ഈ പദ്ധതി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് കോവിഡ് വരുന്നത്. കോവിഡ് മഹാമാരി 2020-21 കൂടി ഇന്ത്യ മുഴുവനും വ്യാപിച്ചപ്പോൾ ആളുകളുടെ ഒരേ ഒരു ആശ്രയം, അത് ഗവൺമെന്റും ആ കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇതിനെ ഒരു ഉപജീവന മാർഗമായി ആളുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാരണവശാലും നിർത്തലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. മാത്രമല്ല, കോവിഡ് കാലത്ത് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപജീവനം കഴിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയായി MGNREGA മാറുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇത്, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇത് എങ്ങനെയാണ് MGNREGA അവിടെ നിന്ന തൊഴിലവസരങ്ങളും അവിടെ നിന്ന തൊഴിലാളികളുടെ അമിതമായ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയിലും പ്രത്യേകിച്ചും കാർഷിക മേഖലയിലൊക്കെ നിലനിരുന്ന വ്യവസ്ഥകളെ ഒരു പരിധിവരെയെങ്കിലും തടയാൻ കഴിഞ്ഞതെന്നുള്ളതും വളരെ പ്രധാനമാണ്. നോക്കൂ, വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ആനുവൽ ലേബർ എന്നാണ് പറയുന്നത്. ഒരു തൊഴിലാളിയെ വലിയ ജന്മിമാര് 100, 150, 200 ബീഗ കയ്യിലുള്ള ആളുകൾ ഒരു ജന്മിയെ ഒരു തൊഴിലാളിയെ ഒരു വർഷത്തേക്ക് ഒരു നിശ്ചിത തുക കൊടുത്ത് വാങ്ങും. 2007-8 ഒക്കെ കാലഘട്ടത്തിൽ ഈ പദ്ധതി വരുന്നതിന് മുമ്പായിട്ട് നിലനിന്നിരുന്നത് 10,000-15,000 രൂപ കൊടുത്തിട്ടാണ് ഒരു വർഷത്തേക്ക് വാങ്ങുന്നത്. ഈ തൊഴിലാളിയെ വാങ്ങുന്നതോടുള്ള നേട്ടം, ഈ തൊഴിലാളി രാവിലെ ഇയാളുടെ ജന്മിയുടെ വീട്ടിലെത്തുകയും അയാൾ രാവിലെ മുതൽ രാത്രി വരെ അവിടെ പണിയെടുക്കുകയും അയാൾ വരുന്നതോടൊപ്പം അയാളുടെ ഫാമിലി, അയാളുടെ ഭാര്യയും കുട്ടികളും ഇയാളോടൊപ്പം വരികയും ഈ ഭാര്യയും കുട്ടികളും യാതൊരു കൂലിയുമില്ലാതെ ഈ വീട്ടിൽ മറ്റു ജോലികൾ, കന്നുകാലി തൊഴുത്ത് വൃത്തിയാക്കുക, പശുക്കൾക്ക് തീറ്റ കൊടുക്കുക തുടങ്ങിയ ജോലികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ നിലനിന്നിരുന്നു. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി വന്നതിന് ശേഷം ഈ സ്ത്രീകൾക്ക് തൊഴിലുറപ്പിൽ പോകാൻ കഴിഞ്ഞതുകൊണ്ട് അവരുടെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള ആനുവൽ ലേബറിന് പോകേണ്ടി വന്നില്ല. അവര് മറ്റു തൊഴിലിടങ്ങളിൽ പോവുകയും അവർക്ക് മിനിമം കൂലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഈ ആനുവൽ ലേബർ അല്ലെങ്കിൽ സ്ഥിര തൊഴിൽ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു അടിമപ്പണി ഈ തൊഴിലുറപ്പ് പദ്ധതി വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇല്ലാതെയാകുന്നതിന്, ഒരു പരിധിവരെ ഇല്ലാതാകുന്നതിന് വളരെയധികം സഹായിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചെറുത്തു നിർത്തുന്നതിനായി അതിന് അനുസൃതമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിനും മഴക്കുഴികൾ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും കർഷകർക്ക് കൂടുതൽ ഭൂമിയിൽ നിന്നും കൃഷിയിൽ നിന്നും കൂടുതൽ ഉൽപാദനക്ഷമത ഉണ്ടാക്കുന്നതിനുള്ള നീർച്ചാലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നീർത്തടാക അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം പല സംസ്ഥാനങ്ങളിലും ഏറ്റെടുത്ത് നടത്തിയത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റമാണ് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിരിക്കുന്ന ഒരു കാര്യം. മഹാത്മാഗാന്ധി എന്നുള്ള പേരെടുത്ത് മാറ്റിയതിനു ശേഷം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീൺ 2025 ബിൽ എന്നാണ് ഇപ്പൊ ഇതിനെ പറയുന്നത്. BBG റാംജി എന്ന് പറഞ്ഞാൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ ബ്രാക്കറ്റിൽ ഗ്രാമീൺ 2025. ഇതിന്റെ പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ഈ പേര് മാറ്റി എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റണം. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസ്
അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പേരാക്കി മാറ്റാം. പേരിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയെ അങ്ങനെ നാമകരണം ചെയ്യാൻ കഴിയില്ല. അതിനു പകരം ഇതിന് ഒരു ഹിന്ദി വെർഷനാണിത്. ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചർച്ചയും ഇതോടൊപ്പം റോസ്ഗാർ ആജീവിക മിഷൻ എന്ന് പറയുന്ന ആളുകൾക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു പേരായി മാറിയിരിക്കുകയാണ്. VBG റാം ജി എന്നാണ് ഇപ്പോൾ ഇതിനെ പറയുന്നത്. റാംജി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ഐഡിയോളജിയുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പേരായതുകൊണ്ട് റാംജി എന്നായിരിക്കും ഇത് അറിയപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, സാധാരണ ഗ്രാമത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് വളരെ പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചാൽ, 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ MGNREGA. അതിന്റെ അർത്ഥം അത് ഡിമാൻഡ് ബേസ്ഡ് ആയിരുന്നു. അതായത് ആരൊക്കെയാണോ തൊഴിൽ ചോദിക്കുന്നത്, തൊഴിലെന്ന് പറയുന്നത് ആളുകളുടെ അവകാശമാണെന്നും ആ തൊഴിൽ അവകാശമായതുകൊണ്ട് തന്നെ ആ ചോദിക്കുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രത്യേകത. 2026 ഏപ്രിൽ 1 മുതൽ വരുന്ന റാംജി പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നോർമാറ്റീവ് ബേസ്ഡ് എന്ന് പറയും. നോർമാറ്റീവ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര തൊഴിൽ ഉണ്ട് എന്ന് തീരുമാനിക്കും. ആ തൊഴിൽ ഉണ്ട് എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട 4 മേഖലകളെയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ജലദൗർലഭ്യം നേരിടുന്ന ജില്ലകൾ. 7500-ലധികം ബ്ലോക്കുകൾ ഉള്ള ഇന്ത്യയിൽ ഏകദേശം 3000 ബ്ലോക്കുകളെയാണ് മാറ്റി ഇത് പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 7500 ബ്ലോക്കുകളിലും ഇനി നടപ്പിലാക്കില്ല എന്നർത്ഥം. ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശങ്ങൾക്ക് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം കാലാവസ്ഥാ വ്യതിയാനം, അതിരൂക്ഷമായ ചൂടും അതിരൂക്ഷമായ തണുപ്പും അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾക്ക് 2-ാമത്തെ സ്ഥാനം. 3-ാമത്തെ സ്ഥാനം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള, ഏറ്റവും കൂടുതൽ അവരുടെ ലൈവ്ലിഹുഡിന്, അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടു നിൽക്കുന്ന ദരിദ്ര ജനങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ ഉള്ള നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങൾ വച്ചിരിക്കുന്നത് 2022 കേന്ദ്ര സർക്കാർ തന്നെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൽ നിന്നും റിട്ടയർ ചെയ്ത സിൻഹ എന്ന് പറയുന്ന, അമർജിത് സിൻഹ എന്ന് പറയുന്ന ഒരു സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു 9-അംഗ കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് തീരുമാനിക്കുകയും ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതിന്റെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ നടപ്പിലാക്കുന്ന ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങളെന്നും പറയുന്നുണ്ട്. പക്ഷെ ആ കമ്മിറ്റി എപ്പോഴും ഇത്തരത്തിലുള്ള നയമാറ്റങ്ങളുടെ എല്ലാം പ്രത്യേകത ഒരു കമ്മിറ്റിയെ വയ്ക്കുകയും ആ കമ്മിറ്റിയെ കൊണ്ട് കേന്ദ്ര സർക്കാരോ ഏത് സർക്കാരാണോ അത് ആവശ്യപ്പെടുന്നത് ആ സർക്കാരിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എഴുതി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 തൊഴിൽ ദിനങ്ങളായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാലും 125 തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടു വന്നാൽ അയാൾക്ക് ആവശ്യപ്പെടുന്ന ആളിന്റെ അവകാശമായി മാറുന്നില്ല ഈ തൊഴിൽ ദിനങ്ങൾ. അതിന്റെ അർത്ഥം, അതിന്റെ 1-ാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും 754 ജില്ലകളുണ്ടെങ്കിൽ ആ 754 ജില്ലകളിലും ഇന്ന് ഈ പദ്ധതി നടപ്പിലാവണമെന്നില്ല. അത് കൂടുതൽ നടപ്പിലാവാൻ സാധ്യത ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്തിന്റെ ഒരു ഭാഗം, മഹാരാഷ്ട്രയുടെ വിദർഭ പോലുള്ള സ്ഥലങ്ങൾ, ഉത്തർപ്രദേശ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ പദ്ധതി കൂടുതൽ ഇഫക്റ്റീവായി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ പോകുന്നത്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടത് സ്വാഭാവികമായും ദരിദ്രരുടെ എണ്ണം തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറച്ച് കുറവാണ്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഇവിടെ അതിരൂക്ഷമായ തണുപ്പും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ 45 ഡിഗ്രി കൂടുതൽ ചൂട് വരുന്ന സമയങ്ങളൊന്നും നമുക്ക് അത്രയ്ക്ക് ഇവിടെ ഈ പ്രദേശങ്ങളിലൊന്നും അത്രയ്ക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ മരുഭൂമി, രാജസ്ഥാൻ പോലുള്ള മരുഭൂമി പോലുള്ള പ്രദേശങ്ങളൊന്നും തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലില്ല. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതിയെ ഒന്ന് വടക്കേന്ത്യൻ പദ്ധതിയായി രൂപപ്പെടും എന്നുള്ളതാണ് ആദ്യത്തെ ഭീഷണി. 2-ാമത്തെ വിമർശനമായി പറയുന്നത് 125 തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് നടപ്പിലാവാൻ സാധ്യതയില്ല. 125 തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടാൽ
ആ തൊഴിൽ ദിനങ്ങൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്, ഒരു പ്രത്യേക വർക്ക് ചെയ്യാൻ ഇത്രയും ജോലിക്കാർ മതി എന്നുള്ളത് കൊണ്ട് അത്രയും തൊഴിൽ ദിനങ്ങൾ മാത്രമേ പ്രദാനം ചെയ്യുള്ളൂ. അതുകൊണ്ട് 125 തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് ജലരേഖ പോലെ നിലനിൽക്കുമെന്നാണ് ജീൻ റീസിനെ പോലുള്ള പ്രഗത്ഭരായ സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇനി എങ്ങനെ ഇതിന്റെ ചെലവ് വഹിക്കും? ഇതുവരെ യൂണിയൻ ഗവൺമെന്റ് ആണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയാണിത്. യൂണിയൻ ഗവൺമെന്റ് ആണ് ഇതിന്റെ 80 മുതൽ 85% വരെയുള്ള ചെലവും വഹിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ ചെലവിനെ രണ്ടായി തിരിക്കുന്നു. ആകെയുള്ള ചെലവിന്റെ 60% കേന്ദ്ര സർക്കാർ വഹിക്കുമ്പോൾ 40% ചെലവ് സംസ്ഥാന സർക്കാർ, അതായത് സംസ്ഥാന സർക്കാരുകൾ വഹിക്കേണ്ടി വരും. ഇപ്പോ 16ാം ധനകാര്യ കമ്മീഷനാണ് ഇനി വരാൻ പോകുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ വരെ ഉള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിലുള്ള മൊത്തം നികുതി വരുമാനത്തിന്റെ 40% സംസ്ഥാനങ്ങൾ കിട്ടുന്നത്. എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ 60% നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ ആയതുകൊണ്ട് 2017 GST നടപ്പിലാക്കിയതിനു ശേഷം ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയ രൂക്ഷമായ കടക്കെണിയിലും പ്രതിസന്ധിയിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലുമാണ്. ഈ സംസ്ഥാനങ്ങളോട് പറയുകയാണ്, തൊഴിലുറപ്പ് പദ്ധതി കൂടെ നടപ്പിലാക്കണം, റാംജി പദ്ധതിക്ക് വേണ്ട പണം കൂടെ കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ, അതും ഭീമമായ ഒരു തുക കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ ഇത് നടപ്പിലാകാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ക്രമേണ ചെയ്യുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം, സംസ്ഥാനങ്ങൾ ചെലവഴിക്കേണ്ട വിഹിതം ക്രമേണ കൂട്ടുകയും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ക്രമേണ കുറച്ചു കൊണ്ടുവരികയാണ്. അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, GST നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ശേഷി പൊതുവിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതിക്ക് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇനി 40% ചെലവ് നടത്തണമെന്ന്. ഇനി ഒരുപക്ഷെ 40% ചെലവ് നടത്താമെന്ന് വിചാരിച്ചാൽ തന്നെ സംസ്ഥാനങ്ങൾ ഓരോ വർഷവും വർഷാരംഭത്തിൽ ഇതുവരെ ചെയ്യുന്നത് എത്രമാത്രം തൊഴിൽ ദിനങ്ങൾ കൊടുക്കണമെന്നും ആ തൊഴിൽ ദിനങ്ങൾക്ക് എത്രമാത്രം ബഡ്ജറ്റ് വേണമെന്നും റൂറൽ ഗ്രാമീണ വികസന മന്ത്രാലയത്തെ അറിയിക്കുകയാണ് പതിവ്. ഇനി മുതൽ കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയം ആയിരിക്കില്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേക ഒരു ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആ ബോഡി പറയും, കേരളം പോലുള്ള ഒരു സംസ്ഥാനം എടുത്താൽ കേരളത്തിൽ എത്ര തൊഴിൽ ദിനങ്ങൾ ആവാം, കേരളത്തിൽ ജല ദൗർലഭ്യം നേരിടുന്ന എത്ര ബ്ലോക്കുകളുണ്ട്, അവിടെയൊക്കെ ഈ പദ്ധതി ആവാം. ഇനി കേരളത്തിൽ ദരിദ്രരുള്ള ജില്ലകൾ ഏതൊക്കെയാണ്, അവിടെ ഈ പദ്ധതികൾ, അതും താരതമ്യപ്പെടുത്തിയാൽ, അതായത് ഒരു വർഷം കേന്ദ്ര സർക്കാർ തീരുമാനിക്കും തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് 50 കോടി രൂപയാണെങ്കിൽ അത് ഓരോ സംസ്ഥാനങ്ങൾക്കും നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് അവിടെ ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളുടെ ഒരു വെയിറ്റേജ് കൊടുക്കും, ദരിദ്രർക്ക് ഒരു വെയിറ്റേജ് കൊടുക്കും, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾക്കും വെയിറ്റേജ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ കിട്ടുന്ന വിഹിതം വളരെ കുറവായിരിക്കുമെന്നാണ്. ഇനി ഇതിനെല്ലാം ഉപരിയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, കോൺട്രാക്ടർമാർ കൊണ്ട് ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്തിപ്പിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നുണ്ട്. ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു തരത്തിലുള്ള കോൺട്രാക്ടർമാരെയും അനുവദിക്കുന്നതല്ല. ഇനി അതിനും ഉള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പ്രധാനമായും പറയുന്ന വിമർശനങ്ങൾ എങ്കിലും എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയെ ഇത്തരത്തിൽ മാറ്റിയെടുക്കാൻ യൂണിയൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നുള്ളതാണ് ഇതിന്റെ കാതലായ ഭാഗം. ഇതിനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങളായി മാത്രം കണ്ടുകൂടാ. ഇതിന് തൊട്ടുമുമ്പായി 2025 നവംബർ മാസം 21 പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 4 ലേബർ കോഡുകൾ, ആ 4 ലേബർ കോഡുകളുടെ അന്തസത്ത എന്ന് പറയുന്നത് തൊഴിലാളികളെ ഏത് നിമിഷവും എന്ത് പ്രത്യേക കാരണമൊന്നുമില്ലാതെ പിരിച്ചുവിടാനും തൊഴിലാളികൾക്ക് ഇതുവരെ കിട്ടിയിരുന്ന അവകാശങ്ങൾ, മിനിമം കൂലി ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്ത് തൊഴിലില്ല പടയെ സൃഷ്ടിക്കലാണ്. അപ്പോൾ ലേബർ കോഡ് ഉണ്ടാക്കി. ഇനി
എങ്ങനെയാണ് ഒരു തൊഴിലാളി മാർക്കറ്റിൽ അവൈലബിൾ ആവുക? അതിന് രണ്ട് ഘടകങ്ങൾ വേണം. ഒന്ന്, ഒരു തൊഴിലാളിക്ക് അയാളുടെ കൈവശം ഒരു തരത്തിലുള്ള ഉൽപാദന ഭൂമി ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള ഉൽപാദന ഉപാധികളും അയാൾക്ക് പാടില്ല. എന്നാൽ അയാൾ സ്വന്തം ഭൂമിയിൽ പോയി പണിയെടുക്കും. അയാളെ കമ്പോളത്തിന് കിട്ടില്ല കുറഞ്ഞ കൂലിക്ക്. മറ്റൊന്ന്, അയാള് സ്വതന്ത്രനായിരിക്കണം. ഈ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ പദ്ധതികളെല്ലാം തൊഴിലാളിയെ ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് തളച്ചിടുന്നതാണ്. ഇത് ഒഴിവാക്കി വലിയൊരു 50 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിലെ തൊഴിലാളികളായിട്ട്. ഇതിൽ തന്നെ 45% പേരും ജോലി ചെയ്യുന്ന കാർഷിക മേഖലയിലാണ്. അടുത്ത കാലത്ത് ഉണ്ടായ കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ 76% സ്ത്രീകളും കാർഷിക മേഖലയെയോ കാർഷിക മേഖലയുടെ അനുബന്ധ മേഖലയിലാണോ ജോലി ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ചും കോഴി വളർത്തൽ, അങ്ങനെ കാർഷിക മേഖലയുമായി അനുബന്ധപ്പെട്ട സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങളുടെ കൃഷി, ഇങ്ങനെയുള്ള പച്ചക്കറി കൃഷി, ഇങ്ങനെയുള്ള മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നിർത്തലാക്കി ഒരുപക്ഷെ ഇതിൽ നിന്ന് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ മുഴുവനും മുക്തരാക്കി കഴിഞ്ഞാൽ ഇവരെ എല്ലാം തൊഴിൽ കമ്പോളത്തിലേക്ക് ലഭിക്കുകയും അങ്ങനെ തൊഴിൽ കമ്പോളം വളരെ വിശാലമായ ഒന്നാവുകയും വളരെ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾ മത്സരിക്കുകയും ചെയ്യും. എന്തിനാണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത് പരമാവധി മൂലധനത്തെ, ആഗോള മുതലാളിമാരെ, വ്യവസായികളെ ക്ഷണിച്ച് അവരവരുടെ രാജ്യത്ത് കൊണ്ടുപോകാനാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം അനുസരിച്ച് 2047 ആകുമ്പോൾ 30 ട്രില്യൺ US$ വരുമാനമുള്ള ഉൽപാദന GDP ഉള്ള ഒരു രാജ്യമാക്കി മാറ്റണം. അതാണ് വികസിത് ഭാരത്. ആ വികസിത് ഭാരത് ആവണമെങ്കിൽ ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അടിസ്ഥാന മേഖലയിൽ തന്നെ നടത്തണം. കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ അടുത്തുള്ള കണക്കുകൾ കാണിക്കുന്നത് 2 ലക്ഷം കോടി രൂപ കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ കടം. കേന്ദ്ര സർക്കാരിന് അതിനുള്ള കഴിവില്ലാത്തത്, അതിനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് പരമാവധി ഈ രാജ്യങ്ങളിലെ മൂലധനത്തെ ആകർഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾ ഏറ്റവും ചീപ്പായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ കൂലിക്ക് ഏഷ്യയിൽ തന്നെ ഇന്ത്യയിൽ കിട്ടുമെന്ന് ലോക മുതലാളിത്തത്തോട് വിളിച്ചു പറയലാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.